ഹലോ ഫ്രണ്ട്സ്, എൻ്റെ കിച്ചണിലെ സ്ഥിരം പരീക്ഷണ വസ്തുവായ ബ്രെഡുമായിട്ട് ഞാൻ ഇന്നും എത്തിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് എളുപ്പത്തിലൊരു ഗുലാബ് ജാമുൻ തയ്യാറാക്കിയെടുത്താലോ. അതിനായി സൈഡ് കട്ട് ചെയ്ത് മാറ്റിയ 7 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഇതുപോലെ ചെറിയ പീസുകളാക്കി ഒരു ബൗളിലേക്ക് വയ്ക്കാം. ഇതിലേക്ക് ഇനി 4 സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് കുതിർന്നു വന്നതിന് ശേഷം ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ കൈകൊണ്ട് നന്നായി ബ്രെഡ് ഒന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ പാല് കുറവാണെന്ന് തോന്നിയാൽ വീണ്ടും പാല് ചേർത്ത് നന്നായി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിവെക്കാം. ഏകദേശം ഗുലാബ് ജാമുൻ്റെ സൈസ് അറിയാമല്ലോ, അതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് മാറ്റിവെക്കാം. ഇനി പഞ്ചസാര പാന് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് 3/4 കപ്പ് വെള്ളവും 1/4 കപ്പ് പഞ്ചസാരയും 2 ഏലക്ക ചതച്ചതും അല്പം റോസ് വാട്ടർ കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായി തിളച്ച് വന്ന് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ബ്രെഡിൻ്റെ ഉരുളകൾ നമുക്കതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് ബ്രെഡിൻ്റെ ഉരുളകൾ മാറ്റി വയ്ക്കുക. ഇനി നേരെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി സോക്ക് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് പഞ്ചസാര പാനിയിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളി ഗുലാബ് ജാമുൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ ബൈ ബൈ, സീ യു.